കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC. ഈ ഒരു മാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഒഡീഷയുടെ ഡിഫൻസ് കുറേ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ടായിരുന്നു. ഒഡീഷേൻ്റെ ഡിഫൻസ് തുടക്കത്തിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കേരളക്ക് ഉണ്ടായിരുന്നു ഡാനിഷ് ഫറൂഖിലൂടെ. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ആൻഡ് ഗോൾ വന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ രാഹുൽ ഒരു ചിപ്പ് ബോൾ പ്രീതം കോട്ടിലേക്ക് കൊടുക്കുന്നു. പ്രീതം കോട്ടാലിനത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു തട്ടിത്തെറിച്ച് നേരെ ജീസസ് ഹിമിനസിലേക്ക് കിട്ടുന്നു. ജീസസ് ഹിമിനസ് നേരെ ലെഫ്റ്റ് സൈഡിലുണ്ടായ നോവ സദോയ്ക്ക് കൊടുക്കുന്നു. നോവ സദോയുടെ ഫിനിഷ്. ആൻഡ് അതാണ് ആദ്യത്തെ ഗോൾ വന്ന വഴി. രണ്ടാമത്തെ ഗോൾ വന്നത് നോവ ജീസസ് ജിമിനസിലേക്ക് ഒരു പാസ് കൊടുക്കുന്നു. ആൻഡ് ജീസസ് ജിമിനസ് നല്ല ഒത്ത പെർഫെക്റ്റ് ഫിനിഷ്. ടോപ്പ് കോർണർ. 2-0. 20-ാം മിനിറ്റ് ആകുമ്പോഴേക്ക് 2-0. കലിംഗയിൽ ചരിത്രം തിരുത്തി എന്നൊക്കെ കരുതിയെങ്കിലും ആ 2-0-ന് അധിക നേരമൊന്നും ഉണ്ടായില്ല. എന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. 20-ാം മിനിറ്റിൽ 2 ഗോളായി. 22-ാം മിനിറ്റിൽ ജീസസ് ഹിമിനസിന് ഒരു അവസരം കിട്ടിയിരുന്നു. അതും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ബോക്സിൻ്റെ മുമ്പ് നിന്നൊരു ഷോട്ട് എടുക്കാൻ നോക്കിയെങ്കിലും അത് ബ്ലോക്കായിപ്പോയി. ആൻഡ് ഒഡീഷയുടെ ഗോൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു കോർണർ കിട്ടുന്നു. നമുക്കറിയാം സെറ്റ് പീസിൽ ഭയങ്കര ഡേഞ്ചറാണ് അഹമ്മദ് ജാഹുവെ പോലത്തെ പ്ലെയർ. അത് നേരെ ഒരു ഷോർട്ട് കോർണറാക്കി എടുക്കുന്നു ഐസാക് റാൾട്ടെ നേരെ തിരിച്ച് അഹമ്മദ് ജാഹുവിന് തന്നെ കൊടുക്കുന്നു. അഹമ്മദ് ജാഹു ബോക്സിനുള്ളിലേക്ക് ഒരു കർവിങ് ബോൾ ഇടുന്നു. അത് നേരെ പോകുന്നത് സച്ചിൻ്റെ നേർക്കാണെങ്കിലും അതൊരു ഭയങ്കര തിരക്ക് കൂടിയൊരു സ്ഥലമാണ്. മേ ബി വിഷൻ ക്ലിയർ അല്ലായിരിക്കാം സച്ചിൻ സുരേഷിൻ്റെ. ആ ബോൾ കളക്ട് ചെയ്യാൻ പറ്റാതെ കൈ കൊണ്ട് തട്ടി നേരെ കൊയ്ഫിൻ്റെ മേത്ത് തട്ടിയൊരു ഓൺ ഗോൾ ആണ് അത് പോയത്. ഒഡീഷയുടെ ഫസ്റ്റത്തെ ഗോൾ. അത് സച്ചിന് കളക്ട് ചെയ്യാമായിരുന്നു. ആൻഡ് മേ ബി അദ്ദേഹത്തിന് വിഷൻ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. മുമ്പിൽ കുറേ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം. അടുത്ത ഒഡീഷൻ്റെ ഗോൾ വരുന്നത് ഡിഗോ മറീഷോ നേരെ ജെറിക്ക് കൊടുക്കുന്നു. ജെറിക്ക് കൊടുത്തിട്ട് ഡിഗോ മറീഷോ ഓടി ബോക്സിൻ്റെ ഉള്ളിൽ കയറുന്നു. ഉള്ളിൽ കയറിയിട്ട് ജെറി നേരെ തിരിച്ച് ഡിഗോ മറീഷോക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഒരു ബോൾ പാസ്. അത് നേരെ ഡിഗോ മറീഷോ ഫിനിഷ് ചെയ്യുന്നു. നമുക്കറിയാം ഡിഗോ മറീഷോ കേരളക്കെതിരെ ഓൾവേസ് ഹീ സ്കോർസ്. 8 ഗോളോ മറ്റായിട്ടുണ്ട് കേരളക്കെതിരെ അദ്ദേഹത്തിന്. എനിക്കത് തോന്നിയത് അത് അവിടെ അങ്ങനെ ഒരു ഗോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് പ്രീതം കോട്ടാൽ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെയാണ് ആ ഒരു ഗോൾ വന്നത്. നേരെ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് അത് സച്ചിൻ സുരേഷെങ്കിലും സേവ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് അത് നടന്നില്ല. പിന്നെയും 2 ടീമും ട്രൈ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. ലാസ്റ്റ് സച്ചിൻ സുരേഷിൻ്റെ ഒരു നല്ല സേവൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ബൈ മർത്താദ ഫോൾ. ഒരു സൂപ്പർ സേവ് ബൈ സച്ചിൻ സുരേഷ്. സെക്കൻഡ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ലൂണ തിരിച്ചു വന്നു. 2-3 ചാൻസൊക്കെ കേരള ട്രൈ ചെയ്തിരുന്നു. നല്ല അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വീണ്ടും ആ ഒരു ഫിനിഷിങ്ങിലെ പോരായ്മ അത് സ്റ്റിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ആൻഡ് 2 ടീമും മാറി ട്രൈ ചെയ്തെങ്കിലും ആ ഒരു ഫിനിഷിങ് ടച്ച് അത് വന്നില്ല. റഹീം അലി ഒഡീഷൻ്റെ സൈഡിൽ നിന്നൊക്കെ സെക്കൻഡ് ഹാഫിൽ വന്ന് നല്ലോണം ഗോളടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു റഹീം അലി ആൻഡ് റോയ് കൃഷ്ണ. പിന്നെ പ്രീതം കോട്ടാൽ ഈ മാച്ചിലും ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസ്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിനൊരു പെനാൾട്ടി കിട്ടേണ്ടതായിരുന്നു. അത് കിട്ടിയില്ല. നോവയെ ക്ലിയർ ടാക്കിളാണ് അവിടെ അമയ് റൊണാൾഡോ ചെയ്തത്. ബട്ട് അത് പെനാൾട്ടി കിട്ടിയിരുന്നെങ്കിൽ മേ ബി കേരള അത് ജയിച്ചേനെ. അതൊരു ക്ലിയർ പെനാൾട്ടിയാണ്. ബോൾ ഓൾറെഡി പോയി കഴിഞ്ഞു. നോവെ അവിടെ ഫൗളാണ് ചെയ്തത്. അത് പക്ഷേ പെനാൾട്ടി കൊടുത്തില്ല. അത് 89-ാം മിനിറ്റിലായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. ഐമൻ്റെ ഒരു ബാക്ക് ഹീൽ. ബട്ട് അത് പെനാൾട്ടി വിധിച്ചില്ല. ഓൾവേസ് എഗെയിൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഓൾവേസ്. മാച്ചിനെ പറ്റി ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് അടുത്ത മാച്ച് ആകുമ്പോഴേക്ക് ഈ തെറ്റുകൾ ഫിനിഷിങ്ങിലെ പോരായ്മയൊക്കെ തിരുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈസ്, എനിക്കിതുവരെ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. പ്ലീസ്, എൻ്റെ ഡ്രീം നിങ്ങൾ സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്.